പിണറായിയുടെ ഭരണകൂട ഭീകരതയ്ക്കും ദുർഭരണത്തിനുമെതിരെ UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് തവന്നൂർ MLA PV അൻവർ. തവന്നൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച അദ്ദേഹം സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. പുതിയ നീക്കങ്ങൾക്കായി രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രാധാന്യമുള്ള പ്രസ്താവനയാണിത്. ഇനി ഒരുമിച്ചുള്ള പോരാട്ടത്തിന് താൻ തയ്യാറാണെന്നും നിലവിൽ UDF നേതാക്കളായ രമേശ് ചെന്നിത്തല, K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരുടെ പിന്തുണയോടെയാണ് താൻ മുന്നോട്ട് പോകുന്നത്. വിചിത്രമായ സാഹചര്യത്തിലാണ് താൻ ഇതുവരെ പോരാടിയതെന്നും ഇനിയുള്ള നീക്കങ്ങൾ ഒറ്റക്കെട്ടായി നടത്തുമെന്നും അൻവർ വ്യക്തമാക്കി. ജയിൽ മോചിതനായതിനു പിന്നാലെ വനം വകുപ്പ് ഓഫീസുകൾ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിച്ച അൻവർ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തിയതോടൊപ്പം പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ പിണറായി സർക്കാർ ഗൂഢാലോചന നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. അൻവറിന്റെ പ്രസ്താവനയിൽ നിന്ന് ചുരുക്കം മുസ്ലിം സമൂഹത്തിനും പിന്നീട് ക്രൈസ്തവ സമൂഹത്തിനുമെതിരായ നിലപാട് ലജ്ജാകരമാണ്. സർക്കാരിന്റെ കുഴിപ്പെടുത്തലുകൾക്ക് മുമ്പിൽ നീതി ലഭിച്ചത് സന്തോഷമാണെന്നും തന്റെ നിലപാടുകൾ ശരിവെച്ചത് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതേ കേസിൽ 50,000 രൂപയുടെ ജാമ്യം വെച്ചാണ് കോടതി അൻവറിനെ വിട്ടയച്ചത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.